വില്ലന്മാർ സൂപ്പറായി കഴിഞ്ഞാൽ പടം കാണാൻ തന്നെ അടിപൊളിയായിരിക്കും അല്ലേ? പണ്ടൊക്കെ ഹീറോസിൻ്റെ അടി മേടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു വില്ലന്മാർ. അത് പണ്ടത്തെ സിനിമകൾ ശ്രദ്ധിച്ചാൽ അറിയാം, നായകൻ എന്തായാലും വില്ലനെ അടിച്ച് തോപ്പിക്കും. അതിപ്പം ഫസ്റ്റ് 2 അടിയൊക്കെ മേടിച്ചാലും ലാസ്റ്റ് നായകനായിരിക്കും ഏറ്റവും പവർഫുൾ എന്ന് ഉറപ്പായിരിക്കും. എന്നാൽ നായകനൊപ്പത്തിനൊപ്പം അല്ലെങ്കിൽ അതുക്കും മേലെ പവറുള്ള ഒരു വില്ലനാണെങ്കിലോ, ബാറ്റ്മാനിലെ ജോക്കറിനെ പോലെ അല്ലെങ്കിൽ അവഞ്ചേഴ്സിലെ താനൂസിനെ പോലെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അവർക്ക് പ്രോപ്പറായ റീസൺ ഉണ്ട്. അതെ, പ്രോപ്പറായ റീസൺ കൊടുത്താൽ കളി മാറും. ഇങ്ങനെ ഇന്ത്യൻ സിനിമയിൽ ഹീറോസിനേക്കാൾ മുകളിൽ പോയ കുറച്ച് കിടിലൻ വില്ലന്മാരെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. സ്പൈഡർ എന്ന തെലുങ്ക് പടത്തിലെ SJ സൂര്യ അതൊരു സൈക്കോ വില്ലനായിരുന്നു. കൽക്കി 2898 ADയിലെ കമൽഹാസൻ. സംഭവം കുറച്ച് ടൈമേ കമൽഹാസൻ ഉള്ളൂ എങ്കിലും അതൊരു പവർഫുൾ വില്ലനാണെന്ന് ഉറപ്പാണ്. ഫഹദ് ഫാസിലിൻ മാമന്നൻ. തമിഴ്നാട്ടുകാർ ആഘോഷിച്ചൊരു വില്ലനായിരുന്നു ഫഹദിന്റെ മാമനിലെ ക്യാരക്ടർ. അനിമലിലെ ബോബി ഡിയോൾ. ആ പാട്ടൊക്കെ വെച്ച് തലയിൽ ഗ്ലാസൊക്കെ ആയിട്ടുള്ള ഒരു വരവ്, ഇടു. രാക്ഷസനിലെ ക്രിസ്റ്റഫർ എന്ന സൈക്കോ വില്ലൻ. അതിൻ്റെ ബീജിയമൊക്കെ കേട്ടാൽ തന്നെ അടിപൊളിയാണ്. മാർക്കോയിലെ സൈറസ്. എന്താ ഒരു ലുക്ക്, മാരക വില്ലൻ. വിജയ് സേതുപതി ഇൻ മാസ്റ്റർ. അതൊരു അന്യായ വില്ലനായിരുന്നു. വിനായകൻ ഇൻ ജയിലർ. സൂപ്പർ സ്റ്റാറിന്റെ ഒപ്പം കട്ടയ്ക്ക് നിന്ന വില്ലൻ. രൺവീർ സിംഗ് ഇൻ പത്മാവത്. രൺവീറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും അടിപൊളി ഒരു വേഷം. റാണ ദുംഗബട്ടെ ഇൻ ബാഹുബലി. ബാഹുബലിക്ക് ഓപ്പോസിറ്റ് കട്ടയ്ക്ക് നിന്ന വില്ലൻ. ജോൺ അബ്രഹാം ഇൻ പഠാൻ. ഈ പടത്തിൽ ജോൺ അബ്രഹാം ഷാരൂഖ് ഖാന്റെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഷാരൂഖ് ഖാനെ കൊണ്ട് പറ്റില്ല അടിച്ചു തോപ്പിക്കാൻ. അധീര ഇൻ KGF. KGF 1 കൊടുത്ത ഹൈപ്പിന് ഫുള്ള് സാറ്റിസ്ഫാക്ഷൻ ചെയ്ത ഒരു വില്ലനായിരുന്നു സഞ്ജയ് ദത്തിന്റെ അധീര. അരവിന്ദ് സ്വാമി ഇൻ തനിയൊരുവൻ. അടിച്ചു തോപ്പിക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും, ബട്ട് ബുദ്ധിയുണ്ട്, നടക്കില്ല മോനെ. സൂര്യാസ് റോളക്സ് ഇൻ വിക്രം. റോളക്സ് എന്ന വില്ലൻ ആരാണെന്ന് 5 മിനിറ്റിൽ കാണിച്ചു തന്നു വിക്രം എന്ന പടത്തിനെ വേറെ ലെവലിലെത്തിച്ച ഐറ്റം.